മോനെ ഖബറിൽ സമാധാനം വേണോ? നാവിനെ സൂക്ഷിച്ചോ. എലക്ഷൻ വരികയാണ്. പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആളുകൾ ഇതാ എലക്ഷനിലെ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വല്ലാതെ സജീവമാകുന്നു. മുഅ്മിനീങ്ങളെ, ഏത് എലക്ഷൻ വന്നാലും ഏത് ആഘോഷം വന്നാലും നമുക്ക് വലുത് നമ്മളുടെ ഈമാനാ, നമ്മളുടെ വിശ്വാസമാ, ആഖിറമാ. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന, നമ്മളുടെ ഈമാൻ തുറച്ചു പോകുന്ന, നമ്മളുടെ ആഖിറം പരാജയത്തിലായി പോകുന്ന ഒരു പണിയോ ഈ എലക്ഷൻ കാലത്ത് പോലും ചെയ്യരുത് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തരും പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. നീ ആർക്ക് ചെയ്താലാണോ ഗുണമുള്ളത് എന്ന് ആലോചിച്ച് ചെയ്തോ, അതിന് വിരോധമില്ല. പക്ഷേ നിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ആളുണ്ടല്ലോ, ആ ആളുടെ പേരില് കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്, അതുപോലെ നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഹലാലാകുമോ? വോട്ട് പഠിക്കല് നിലപാട് പറഞ്ഞിട്ടാവണോ, വികസനം പറഞ്ഞിട്ടാവണോ? അല്ലാതെ സ്ഥാനാർത്ഥിയുടെ തറവാട് പറഞ്ഞിട്ടാവരുത്, മഹിമ പറഞ്ഞിട്ടാവരുത്. എതിർ സ്ഥാനാർത്ഥി അവൻ പണമില്ലാത്തവനാണ്, ദരിദ്രനാണ് എന്നതിന്റെ പേരിൽ അവരുത്. മറിച്ചോ, ഒരു നിലക്കും നമ്മളുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുതേ.